ഇലാജുൽ ഖുർആൻ അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ഈ സംഘടന ആതുര സേവന രംഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃക ലോകത്ത് ഇന്ന് വികസിച്ചു നിൽക്കുന്ന മോഡേൺ മെഡിസിൻ വരെയും ഇന്ത്യ രാജ്യത്ത് തന്നെ ധാരാളം വൈദ്യശാഖകളുണ്ട്. കൊച്ചു കേരളക്കരയിൽ തന്നെ പലവിധ വൈദ്യങ്ങളും നമുക്ക് അറിഞ്ഞതുമുണ്ട്, അറിയാത്തതുമുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായ ഒരു വൈദ്യം ചികിത്സാ സമ്പ്രദായം ഇതിനെ അറിയാൻ കഴിയും. തിബ്ബുർ റൂഹാനി, അതുപോലെ തന്നെ തിബ്ബുൻ നബവി എന്നീ പേരിലെല്ലാം പൂർവസൂരികളായ അഇമ്മത്തുകൾ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ല തന്നെ തിബ്ബുൻ അല്ലെങ്കിൽ സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ ചൂഷണം ചെയ്യപ്പെടാത്ത വിധത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ട് നടത്തുന്ന ഒരു ചികിത്സാ സമ്പ്രദായ ചട്ടക്കൂട്ടിൽ ഒരു ചട്ടക്കൂടുണ്ടാകും. ആ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കാൻ നാം വിധേയരാകണം. അത് ഈ മഹത്തായ ഈ പരിപാടിയുടെ ആമുഖം വിശദീകരണം നൽകിയ അഭിവന്ദ്യരായ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്, ഈ മഹത്തായ പരിപാടിയുടെ ദുആക്ക് നേതൃത്വം നൽകിയ സയ്യിദ് അവർകൾ, ഈ പരിപാടി ഭംഗിയാക്കി തീർക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ IQAK എന്ന് പറയുന്ന ഈ മഹനീയമായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, എല്ലാവർക്കും ഈ വേദിയിൽ ബഹുമാനാദരവുള്ള ഞാൻ നിങ്ങളുടെ അറിവിലൊന്നുമല്ല. ആ ഒരു നിലപാടോടുകൂടി അറിവില്ലാത്ത ഒരു കുട്ടി ചെയ്യുന്ന ചില വൈകൃതങ്ങളായി മുൻകാലങ്ങളിൽ എന്റെ പ്രവൃത്തികളിൽ കാണാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ. എന്തിനാ കക്ഷി ചേർന്നത്? എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ എനിക്ക് കക്ഷി ചേരേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട വിശുദ്ധങ്ങൾ പറഞ്ഞതുപോലെ തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിക്കാൻ ഈ സംഘടന വേണ്ട. സത്യമായ കാര്യം. എന്റെ മഹീഷത്തിന് ഞാൻ എവിടെ ഇരുന്നാലും, ഞാൻ ഏത് കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ 100 ആൾ എന്നെ കാണാൻ പറ്റും. 100 ആൾ എന്നെ കാണാൻ പറ്റും. ഞാൻ ഏത് കുന്നിന്റെ മുകളിൽ ഇരുന്നോട്ടെ, എത്ര ദുർഘടം പിടിച്ച പാതയിൽ ഞാൻ പോയിരിക്കുന്ന ആൾ കാണാൻ പറ്റും. കാരണം എന്താ? എന്റെ ചികിത്സയുടെ മഹാത്മ്യമാണ്. കണ്ടില്ലേ? ആ ബാബരിയെ അത്രയും വലിയ സംസ്ഥാനങ്ങൾ, അത് ഭൂമി ഉൽക്കുമ്പോൾ അത്രയും എന്തെങ്കിലും ബാക്കിയുണ്ടാവും, അതുപോലുമില്ലാതെ ആക്കിയ ആനന്ദ നൃത്തം ചവിട്ടിയ ആളുകളെയെല്ലാം അതേ സുപ്രീം കോടതി കുറ്റവിമുക്തമാക്കുന്നത് നമുക്ക്. ഇത് നമുക്ക് സുപ്രീം കോടതി വിധിയാണ്, സുപ്രധാന വിധിയാണ്. എന്റെ ഈ നിമിഷം വരെ ശബരിമല സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കഴിയാതെ പോയി ഗവൺമെന്റ് മാക്സിമം പരിശ്രമിച്ചാണ്. കണ്ടില്ലേ? ഇങ്ങനെല്ലാം കണ്ടില്ല, വാർത്തകൾ വായിച്ചവരല്ലേ? മാക്സിമം പരിശ്രമിച്ചു. രഹസ്യമായിട്ടും ഉഴഞ്ഞു കയറി എല്ലാം പ്രവേശനം നടത്താൻ ശ്രമിച്ചു. പക്ഷെ വിശ്വാസ സമൂഹം, ഹൈന്ദവ വിശ്വാസികൾ, അയ്യപ്പ സേവാ സംഘ പ്രവർത്തകർ
അവരെ ആ ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക. അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവരുടെ രാഷ്ട്രീയമോ ആദർശവുമല്ല. അവര് പറഞ്ഞത് സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല, രാജ്യം മൊത്തം പറയുന്നത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഈ റോഡുകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെ ശയന പ്രദക്ഷിണം നടത്തുന്ന നമ്മൾ കണ്ടു. ശബരിമലയിൽ ശക്തമായ ബന്ധവസരം തീർത്തു, അതിശക്തമായ പ്രതിരോധ സംവിധാനം അവർ തീർത്തു. അവിടെ നിന്ന് സംഭവിച്ചു, സർക്കാരിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് നാം കണ്ടതാണ്. അവരുടെ കൂട്ടായ്മയും ഒത്തൊരുമയും ഇത് സംഘടിതമായി നമ്മൾ സഹായിക്കുന്ന കാര്യമാണ്. മറ്റൊന്നും കൂടി ഓർമ്മപ്പെടുത്തുക, സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തുക. അതിന് താൽക്കാലികമായ, അതായത് സ്ഥിരതയുള്ളതല്ല കേട്ടോ, സുപ്രീം കോടതി താൽക്കാലിക സ്റ്റേ. അപ്പൊ നമ്മളെല്ലാവരും ആഹ്ലാദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട് പത്രത്തിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ചില സംഘടനയുടെ നേതാക്കന്മാരെല്ലാം വളരെ ആഹ്ലാദത്തോടു കൂടി നമുക്ക് അഭിമാന നിമിഷം എന്ന് പറയും. എന്ത് അഭിമാനമാണല്ലോ, അപമാനമല്ലേ. താൽക്കാലിക സ്റ്റേ കൊണ്ട് എന്ത് അഭിമാനം. ഈ സ്റ്റേ ഇനി ഈ കിടന്നാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സ്റ്റേ തള്ളിപ്പോയാൽ ഈ വിഷയം ചർച്ചയുള്ളൂ. കാരണം ഇപ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വഖഫ് ബില്ലിന്റെ വിഷയം ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ആരും ചർച്ച ചെയ്തില്ല. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഖിലാഫത്തുൽ ഖുർആൻ അസോസിയേഷൻ ഓഫ് കേരളയുടെ കണ്ണൂർ, കാസർഗോഡ്, കർണാടക സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ചുകൊണ്ടിട്ടുള്ളത്. സത്യത്തില് ശബ്ദം കേട്ടാൽ തന്നെ അറിയാം, നല്ല പനിയുണ്ട്. പക്ഷെ ഇന്ന് വരാതെ പോയാൽ പല തെറ്റിദ്ധാരണക്കും അത് വഴിവെക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ കളിപ്പുറത്ത് പുറത്ത് വരുന്ന വേറെ 3 സ്ഥലന്മാർ ഒരുമിച്ച് പരിമരുന്ന് വരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ്. പക്ഷേ ശാരീരിക പ്രയാസം, ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു സംഗമമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മറുഭാഗത്ത് നിന്ന് വരുന്ന ശത്രുപക്ഷത്തെ കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി നമ്മൾ എത്ര ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. കൂട്ടമായി ഐക്യത്തോടുകൂടെ ഇതിനെതിരെ നീങ്ങുമ്പോഴാണ് നിയമപരമായ വ്യവസ്ഥക്കൊക്കെ നമുക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, സാധാർത്ഥ്യങ്ങൾ, അവർക്കൊക്കെ ധാരാളം ഗുരുവര്യന്മാരുണ്ടാവും. അസ്മാ മേഖലയിലും മറ്റു ചികിത്സാ മേഖലയിലും പാരമ്പര്യമായും പിതാക്കളിലൂടെയും അങ്ങനെ പല മാർഗങ്ങളിലൂടെയും ഉണ്ടാകുന്നു. പക്ഷേ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇത് നിയമസുരക്ഷ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ സംഘടനയെ ഇത്തരുണത്തിൽ 4 വിഭാഗം സുന്നികളെ ഒരുമിച്ച് കൂട്ടി വളരെ ഭംഗിയായി. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله. اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا
ذا الجلال والإكرام يا رب العالمين لا إله إلا اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله اللهم وفق قادة هذه الأمة لنصر إخواننا المسلمين في غزة يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين لا إله إلا الله العظيم സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ പാടിക്കളിക്കാൻ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.